എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 63-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഥകൾ പറഞ്ഞു നിർത്തിയത് അംബരീഷൻ്റെ യാഗം വളരെ ഭംഗിയായിട്ട് നടന്നു. അതോടൊപ്പം ശുനശേപന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ശുനശേപൻ യജ്ഞപശുവായിട്ട് വർത്തിക്കേണ്ടതായിട്ടും വന്നില്ല. ഇന്ദ്രനും വിഷ്ണുവും അനുഗ്രഹിച്ചു. ദീർഘായുസ് കിട്ടി ശുനശേപന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വിശ്വാമിത്രൻ്റെ ഇടപെടൽ കൊണ്ട് മറ്റൊരു സൽക്കാര്യം കൂടി നടന്നു എന്നാണ് പറയണത്. ഇതിനൊക്കെ അവസാനം പ്രതീക്ഷിക്കുന്നൊരു ഫലം എന്ന് പറയണത് വിശ്വാമിത്രൻ ബ്രഹ്മർഷി ആവണം എന്നുള്ളതാണ്. അത് വിചാരിച്ചിട്ടല്ല വിശ്വാമിത്രൻ ചെയ്യണതെങ്കിലും പ്രവൃത്തികളുടെ ഗാംഭീര്യം കൊണ്ടും ചെയ്തു തീർക്കാൻ പറ്റാത്ത പ്രവൃത്തികളെ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ടുമൊക്കെ അവസാനം ബ്രഹ്മാവ് വിശ്വാമിത്രനെ ബ്രഹ്മർഷിയായിട്ട് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടേക്കാണ് ഈ കഥ പറഞ്ഞു പോണത്. അങ്ങനെ ശുനശേപന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെയും വിശ്വാമിത്രൻ തപസ് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അതിനെ തുടർന്ന് പറയാണ്. 1-ാമത്തെ ശ്ലോകം നോക്കാം. പൂർണ്ണേ വർഷസഹസ്രേതു വ്രതസ്നാതം മഹാമുനിം അഭ്യാഗച്ഛൻ സുരാഃ സർവേ തപഃഫലചികീർഷവ. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. അതാണ് പൂർണ്ണേ വർഷസഹസ്രേതു. വർഷസഹസ്രേ പൂർണ്ണേ. ആ പുഷ്കര തീർത്ഥത്തിൻ്റെ തീരത്തിരുന്നു കൊണ്ട് 1000 സംവത്സരം പിന്നെയും വിശ്വാമിത്രൻ തപസ് ചെയ്തു. അങ്ങനെ വ്രതസ്നാതം മഹാമുനിം, അങ്ങനെ വ്രതത്തിൽ മുഴുകിയവനായ ആ മഹാമുനിയെ വിശ്വാമിത്രനെ കാണാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് വന്നത്? സർവേ സുരാഹ തപഫല ചികീർഷവ സർവേ സുരാഹ അഭ്യാഗച്ഛൻ. തപസ്സിൻ്റെ ഫലം നൽകാൻ ആഗ്രഹിക്കുന്നവരായ കുറേയധികം ദേവന്മാർ, ബ്രഹ്മാവടക്കമുള്ള ദേവന്മാരെല്ലാവരും അഭ്യാഗച്ഛൻ ഈ മഹർഷിയുടെ അടുത്തേക്ക് വന്നു ചേർന്നു. ഈ പുഷ്കര തീർത്ഥത്തിൻ്റെ അടുത്ത് ഇരുന്ന് തപസ് ചെയ്യണ വിശ്വാമിത്രന്റെ സമീപത്തേക്ക് കുറേയധികം ദേവന്മാർ വന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അബ്രവീത് സുമഹാതേജ ബ്രഹ്മാ സുരുചിരം വച ഋഷിസ്ത്വമസി ഭദ്രം തേ സ്വാർജിതൈഃ കർമ്മഭിഃ ശുഭൈഃ. അബ്രവീത് സുമഹാതേജ ബ്രഹ്മ. മഹാതേജസ്വിയായിട്ടുള്ള ബ്രഹ്മാവ്, ദേവന്മാരുടെ കൂടെ ബ്രഹ്മാവും വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രഹ്മദേവൻ സുരുചിരം വച അബ്രവീത്, വളരെ ഭംഗിയായിട്ട് വളരെ ആനന്ദകരമായിട്ടുള്ള, അതായത് വിശ്വാമിത്രനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായ വാക്കുകൾ ബ്രഹ്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു. അതാണ് പറയണത്. ഋഷിസ്ത്വമസി ഭദ്രം തേ സ്വാർജിതൈഃ കർമ്മഭിഃ ശുഭൈഃ. സ്വാർജിതൈഃ ശുഭൈഃ കർമ്മഭിഃ ത്വം ഋഷി അസി തേ ഭദ്രം. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഇത്രയും കാലം ഒരുമിച്ചിരുന്ന് തപസ് ചെയ്ത അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. മാത്രമല്ല, അങ്ങ് തന്നെ സമ്പാദിച്ചു കൊണ്ടുവന്നതായ, അങ്ങ് തന്നെ ഉണ്ടാക്കിയെടുത്തതായ സ്വാർജിതൈഹി ശുഭൈഹി കർമ്മൈഹി, ശുഭങ്ങളായിട്ടുള്ള കർമ്മങ്ങളാൽ ത്വം ഋഷി അസി, അങ്ങിപ്പോൾ ഋഷിയായി തീർന്നിരിക്കുന്നു. ആദ്യം രാജർഷിയാണെന്നാണല്ലോ പറഞ്ഞത്. രാജർഷി മാത്രമായാൽ പോരാ, വിശ്വാമിത്രൻ്റെ മോഹം വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷി ആവണമെന്നാണ്. പക്ഷേ ജനിച്ചത് രാജകുലത്തിലായതുകൊണ്ട് രാജർഷി എന്നുള്ള പേരിലാണ് വിശ്വാമിത്രൻ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ കഠിനമായിട്ട് തപസ് ചെയ്തതുകൊണ്ട് ആ രാജപദം എടുത്തു കളഞ്ഞു. എന്നിട്ടാണ് അങ്ങ് മഹർഷിയായി തീർന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ബ്രഹ്മാവ് ചെയ്തത്. എന്നിട്ടും അവിടെ നിർത്തണില്ല. വിശ്വാമിത്രന് ബ്രഹ്മർഷി ആവണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടരുകയാണ്. പക്ഷേ ബ്രഹ്മാവ് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് പോവുകയാണ്. അതാണ് പറയണത്. തമേവ മുക്ത്വാ ദേവേശസ്ത്രിദിവം പുനരഭ്യഗാത് വിശ്വാമിത്രോ മഹാതേജ ഭൂയസ്തേപേ മഹത്തപ. തം ഏവം ഉക്ത്വാ, ആ വിശ്വാമിത്ര മഹർഷിയോട് ഇപ്രകാരം പറഞ്ഞിട്ട് ദേവേശനായിട്ടുള്ള, ദേവന്മാരുടെയൊക്കെ ഈശനായിട്ടുള്ള ബ്രഹ്മാവ് ത്രിദിവം പുനഃ അഭ്യഗാത്, ത്രിദിവത്തിലേക്ക്, ദേവന്മാരുടെ ലോകം സ്വർഗലോകത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക്, ബ്രഹ്മാവിൻ്റെ സത്യലോകത്തിലേക്ക് തിരിച്ചുപോയി. പുനഃ അഭ്യഗാത്, തിരിച്ച് അങ്ങടന്നെ പോയി. അതൊക്കെ കേട്ടിട്ടോ എന്നാൽ മതി എന്ന് വയ്ക്കല്ല വിശ്വാമിത്ര മഹർഷി ചെയ്തത്.
വിശ്വാമിത്രോ മഹാതേജാഹ, മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ ഭൂയ മഹത്തപ തേപേ, വീണ്ടും കഠിനമായിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. അത്രയും കാലം 1000 കൊല്ലം നിന്ന് അവിടെ ഇരുന്ന് തപസ് ചെയ്തു പുഷ്കരത്തിൻ്റെ തീർത്ഥത്തിൽ. എന്നിട്ട് വിശ്വാമിത്രനെ ബ്രഹ്മാവ് വന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം വീണ്ടും വിശ്വാമിത്രൻ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഒരു മാറ്റം സംഭവിക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം നോക്കാം. തതഃ കാലേന മഹതാ മേനകാ പരമാപ്സരാഃ പുഷ്കരേഷു നരശ്രേഷ്ഠ സ്നാതും സമുപചക്രമേ. തതഃ കാലേന മഹതാ കാലേന, അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, കുറേ കാലം തപസ് ചെയ്തു, 1000 കൊല്ലം തപസ് ചെയ്തു. അതിനുശേഷം ബ്രഹ്മാവ് വന്നു, പിന്നെയും തപസ് ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മേനക പരമ അപ്സരാഹ, വളരെ സുന്ദരിയായിട്ടുള്ള ദേവന്മാരുടെ അപ്സരസായിട്ടുള്ള മേനക, ആ മേനക എന്ത് ചെയ്തു? പുഷ്കരേഷു സ്നാതും സമുപചക്രമേ. അല്ലയോ നരശ്രേഷ്ഠ, അല്ലയോ ശ്രീരാമചന്ദ്ര, ആ പുഷ്കര തീർത്ഥത്തിൽ കുളിക്കാനായിട്ട്, സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിസുന്ദരിയായിട്ടുള്ള ദേവന്മാരുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുള്ള മേനക എന്ന പേരുള്ള അപ്സരസ് ആ പുഷ്കര തീർത്ഥത്തിലേക്ക് വന്നു. താം ദദർശ മഹാതേജ മേനകാം കുശികാത്മജ രൂപേണ പ്രതിമാം തത്ര വിദ്യുതം ജലദേ യഥാ. ആ സുന്ദരിയായിട്ടുള്ള അപ്സരസിനെ കണ്ടതോടു കൂടിയിട്ട് വിശ്വാമിത്രൻ്റെ മനസ്സൊക്കെ ഇളകി. പാവം 1000 കൊല്ലമൊക്കെ തപസ് ചെയ്തിട്ട് മനസ്സൊക്കെ പിടിച്ച് നിയന്ത്രിച്ച് വച്ചിരിക്കുന്ന ആ വിശ്വാമിത്രൻ്റെ മനസ്സ് മേനകയെ കണ്ടതോടു കൂടിയിട്ട് ചഞ്ചലമായി തീർന്നു. അതാണ് താം കുശികാത്മജ, താം മേനകാം മഹാതേജ കുശികാത്മജ ദദർശ. ആ സുന്ദരിയായിട്ടുള്ള അപ്സരസിനെ, മേനകയെ, മഹാതേജസ്വിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ, കുശികൻ്റെ പുത്രനായിട്ടുള്ള വിശ്വാമിത്രൻ മേനകയെ കണ്ടു. ഏതുപോലെ? അവൾ രൂപേണ അപ്രതിമ, രൂപം കൊണ്ട് വേറൊരാൾ അതുപോലെ ഇല്ല, അപ്രതിമയാണ്. അപ്രതിമ എന്ന് വെച്ചാൽ തുല്യമായിട്ട് പറയാൻ, മേനകയോളം സൗന്ദര്യമുള്ള മറ്റൊരുവൾ എന്ന് പറയാൻ ആരുമില്ല. അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള മേനകയെ ഏതുപോലെ? ജലദേ വിദ്യുതം യഥാ തഥാ തത്ര ദദർശ, മേഘത്തിൻ്റെ ഇടയിലെ ഇടിമിന്നൽ എന്നതുപോലെ. ഇടിമിന്നലിൻ്റെ ഒരു സൗന്ദര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും അത് അതിൻ്റെ ശോഭ മങ്ങിയിട്ടുണ്ടാവും. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും, പെട്ടെന്ന് കാണാനില്ലാതെയാവും. അതിൻ്റെ ഒരു അഭൗമമായിട്ടുള്ള തേജസ് ഉണ്ടല്ലോ, ആ തേജസ് കാണുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു അമ്പരപ്പ്, ഒരു അത്ഭുതം തേട്ടി വരുന്നത്, അതുപോലെ ആയിപ്പോയി വിശ്വാമിത്രന് കാലം ഏറെ ചെന്നപ്പോൾ പെട്ടെന്നുണ്ടായ മേനകാദർശനം. മേഘത്തിൻ്റെ ഇടയിലെ ഇടിമിന്നലിനെ കണ്ടതുപോലെയായി വിശ്വാമിത്രന് മേനകയെ കണ്ടപ്പോൾ എന്നാണ് പറയണത്. അതിനൊരു കാരണം രൂപേണ അപ്രതിമ, അത്രയ്ക്കധികം സുന്ദര രൂപമായിരുന്നു എന്നാണ് പറയണത്. അതോടുകൂടിയിട്ട് വിശ്വാമിത്രൻ എന്തായി തീർന്നു? അതാണ് 6-ാമത്തെ ശ്ലോകം. കന്ദർപ്പദർപ്പവശകോ മുനിസ്താമിതമബ്രവീത് അപ്സരസ്വാഗതം തേസ്തു വസചേഹമമാശ്രമേ. കന്ദർപ്പദർപ്പവശക മുനി, കന്ദർപ്പൻ്റെ ദർപ്പത്തിന്, കന്ദർപ്പൻ കാമദേവൻ, കാമദേവൻ്റെ അഹങ്കാരത്തിന് അല്ലെങ്കിൽ കാമദേവൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോയവനായ ആ വിശ്വാമിത്രൻ, അതാണ് വശകൻ. വശക എന്ന് പറഞ്ഞാൽ വശത്ത് പെട്ടുപോയവൻ. കന്ദർപ്പന് വശംവദനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി താം ഇതം അബ്രവീത്, അവളോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നാണെങ്കിൽ, അപ്സര സ്വാഗതം തേ, അല്ലയോ സുന്ദരിയായിട്ടുള്ള അപ്സരസേ, നിനക്ക് സ്വാഗതം, എൻ്റെ ആശ്രമത്തിൽ തന്നെ വസിച്ചോളൂ. ഇഹ മമ ആശ്രമേ വസ, നിനക്ക് സ്വാഗതം, ഇവിടേക്ക് വരാൻ തോന്നിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നീ ഇവിടെ തന്നെ എൻ്റെ ആശ്രമത്തിൽ താമസിച്ചോളൂ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നോളൂ എന്ന് വളരെ കാര്യമായിട്ട് വിശ്വാമിത്രൻ മേനകയെ തൻ്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് 7-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അനുഗൃഹീഷ്വഭദ്രം തേ മദനേന വിമോഹിതം ഇത്യുക്താ സാ വരാരോഹ തത്ര വാസമഥാകരോത്. എന്നിട്ട് പറഞ്ഞു, ഭദ്രം തേ, നിനക്ക് മംഗളം ഭവിക്കട്ടെ, നിനക്ക് സുഖമായിരിക്കട്ടെ. മദനേന വിമോഹിതം അനുഗൃഹീഷ്വ, മദനനാൽ മോഹിപ്പിക്കപ്പെട്ടവനായ എന്നെ നീ അനുഗ്രഹിക്കൂ.
എൻ്റെ കൂടെ ചേരൂ, എന്നോട് സംഗമിക്കൂ, എൻ്റെ ആശ്രമത്തിൽ തന്നെ വസിക്കൂ എന്ന് വിശ്വാമിത്രൻ വളരെ മദനമോഹിതനായിട്ട് ഈ മേനകയോട് പറഞ്ഞു. ഇത്യുക്താസ, ഇപ്രകാരം വിശ്വാമിത്രനാൽ പറയപ്പെട്ടവളായ ആ സുന്ദരി, വരാരോഹ എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള അപ്സരസ് മേനക തത്ര വിശ്വാമിത്രസ്യ ആശ്രമേ വാസം അകരോത്, വസിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ പുഷ്കരത്തിൽ വെറുതെ കുളിക്കാൻ വന്ന മേനക പിന്നെ താമസിച്ചത് മുഴുവനും വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലായിരുന്നു എന്നാണ് പറയണത്. അതൊക്കെ എന്തായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്സരസ് വന്നു എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അതൊക്കെ ദേവന്മാരുടെ ഇടപെടലാണ് എന്നുള്ളത്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. പൂർണ്ണേ വർഷസഹസ്രേതു വ്രതസ്നാതം മഹാമുനിം അഭ്യാഗച്ഛൻ സുരാ സർവേ തപഃഫലചികീർഷവ അബ്രവീത് സുമഹാതേജ ബ്രഹ്മാസുരുചിരം വച ഋഷിസ്ത്വമസി ഭദ്രം തേ സ്വാർജിതൈഃ കർമ്മഭിः ശുഭൈഃ തമേവ മുക്ത്വാ ദേവേശസ്ത്രിദിവം പുനരഭ്യഗാത് വിശ്വാമിത്രോ മഹാതേജ ഭൂയസ്തേപേ മഹത്തപ തതഃ കാലേന മഹതാ മേനകാ പരമാപ്സരാः പുഷ്കരേഷു നരശ്രേഷ്ഠ സ്നാതും സമുപചക്രമേ താം ദദർശ മഹാതേജ മേനകാം കുശികാത്മജ രൂപേണ പ്രതിമാം തത്ര വിദ്യുതം ജലദേ യഥാ കന്ദർപ്പദർപ്പവശകോ മുനിസ്താമിദമബ്രവീത് അപ്സരസ്വാഗതം തേസ്തു വസചേഹമമാശ്രമേ അനുഗൃഹീഷ്വ ഭദ്രം തേ മദനേന വിമോഹിതം ഇത്യുക്താ സാ വരാരോഹ തത്ര വാസമഥാകരോത്. അങ്ങനെ മേനക അവിടെ താമസിക്കുകയാണ്. ഇനിയുള്ള കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.